ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ ഒരു പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ മുന്നിലാണ്. എല്ലാവർക്കും സ്റ്റാൻഫോർഡ് സ്റ്റഡി അബ്രോഡിൻ്റെ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയിലുള്ള സൗകര്യങ്ങളെക്കുറിച്ച് കാണുന്ന ആ വീഡിയോ സീരീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുന്നത് ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള താഷ്കണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻസും അതുപോലെ തന്നെ എസ്പെഷ്യലി കേരളൈറ്റ്സ് എല്ലാം തന്നെ പഠിക്കുന്ന വൺ ഓഫ് ദ മെയിൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ മുന്നിലാണ്. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ ക്യാമ്പസും അതുപോലെ തന്നെ ലൈബ്രറി, ലാബ് ഫെസിലിറ്റീസ്, ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ പുറത്ത് കാണുന്നത് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ മുൻവശമാണ്. അതിൽ നല്ല രീതിയിലുള്ള നടപ്പാതകളും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെല്ലാം തന്നെ വന്നിരിക്കുന്നതിനും അവർക്ക് സ്വന്തമായിട്ട് ബുക്സും മറ്റു കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തതിനുള്ള നല്ല ലൈബ്രറി, നല്ല ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യമൊക്കെ ഉള്ള ഒരു വലിയ ക്യാമ്പസാണ് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ ക്യാമ്പസ്. അതുകൊണ്ട് തന്നെ മലയാളി സ്റ്റുഡൻസും ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസും പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമി. NMCയുടെ എല്ലാ ഗൈഡ് ലൈൻസും ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്യാമ്പസിൽ പഠിച്ച് 6 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനോ അതുപോലെ തന്നെ UK പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പ്ലാബ്, USMLE പോലുള്ള ഇൻ്റർനാഷണൽ എക്സാമിനേഷൻസ് എഴുതുന്നതിന് എല്ലാത്തിനും പോസിബിൾ ആയിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയാണ്, ഒരു മെഡിക്കൽ ഡിഗ്രിയാണ് നിങ്ങൾക്ക് ഈ ഒരു താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയിലൂടെ ലഭിക്കുന്നത്. ഈ കാണുന്നത് യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് ബ്ലോക്കിൽ നിന്നും യൂണിവേഴ്സിറ്റിയുടെ മറ്റ് ബ്ലോക്കുകളായിട്ടുള്ള ലൈബ്രറി ബ്ലോക്ക്, ഹോസ്റ്റൽ ബ്ലോക്ക്, അതുപോലെ തന്നെ മറ്റ് ഹോസ്പിറ്റലുകളിൽ യൂണിവേഴ്സിറ്റിയോട് അനുബന്ധിച്ച് നിൽക്കുന്ന ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന വഴിയാണ്. എല്ലാം തന്നെ ക്യാമ്പസും ക്യാമ്പസിൻ്റെ പരിസരവും എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ ഹൈജീനായിട്ട് ക്ലീനായി വളരെ നല്ല രീതിയിൽ സ്ട്രക്ചേർഡായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് എസ്പെഷ്യലി ഇന്ത്യൻസിനും അതുപോലെ തന്നെ മറ്റ് കൺട്രീസിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമി. ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്യുന്നത് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയുടെ അനാട്ടമി ബ്ലോക്കിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ അനാട്ടമി ബ്ലോക്കിനുള്ളിൽ അവരുടെ ലാബ് സൗകര്യവും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വാച്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അനാട്ടമിയുടെ ഒരു ലാബ് ആണ്. അതോടൊപ്പം തന്നെ അവരുടെ ക്ലാസ് നടക്കുന്ന അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ് ലാബും അതോടൊപ്പം തന്നെ അനാട്ടമി ക്ലാസ്സുമാണ് കാണുന്നത്. അനാട്ടമി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ സ്റ്റുഡൻസിന് റൗണ്ട് ടേബിളിരുന്ന് ലെക്ചേഴ്സുമായി വളരെ ഫേസ് ടു ഫേസ് ആയിട്ടിരുന്ന് റെഫറൻസ് നടത്തി പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് റൂംസാണ് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയിലുള്ളത്. ഇപ്പോൾ ഉള്ളത് അനാട്ടമി ബ്ലോക്കിലാണ്. അനാട്ടമി ബ്ലോക്കിലെ ക്ലാസ് റൂംസ് അതുപോലെ തന്നെ അനാട്ടമി ലാബ്, അവരുടെ ലൈബ്രറി ഇതെല്ലാം തന്നെ നമ്മൾ വിസിറ്റ് ചെയ്തു. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ അധികം എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെയുള്ള ഒരു ലാബാണ് ഉള്ളത്. ഞാൻ വരുന്ന സമയത്ത് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി, അപ്പോൾ അതിൽ ഇത്രമാത്രം ഫെസിലിറ്റീസ് എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം 1920 സ്ഥാപിതമായ ഏകദേശം 100 years ഓഫ് ഹിസ്റ്ററിയുള്ള വലിയ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമി. ഇവിടെ ഇപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയിലെ ഹൈജീൻ ബ്ലോക്കാണ്. അതായത് പബ്ലിക് ഹെൽത്ത്, ഹൈജീൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരു ബ്ലോക്കാണ് ഇത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായി സാധിക്കുന്ന ഏകദേശം ഈ ഒരു 600 മീറ്റേഴ്സോളം വരുന്നുണ്ട് ഈ ഒരു ബ്ലോക്കിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബ്ലോക്കാണ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നത്
താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ പുതിയ അക്കാഡമിക് ബ്ലോക്കിൻ്റെ മുന്നിലാണ്. വളരെ വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യത്തോടു കൂടി താഷ്കന്റ് മെഡിക്കൽ അക്കാഡമി എക്സ്പാൻഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് അവരുടെ പുതിയ അക്കാഡമിക് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം തന്നെ പോയതിൻ്റെ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബിലൊക്കെ ഉണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നത് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ പുതിയ അക്കാഡമിക് ബ്ലോക്കിൻ്റെ അടുത്തുള്ള ഒരു ക്യാൻറ്റീനാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ഒരു ക്യാൻറ്റീനാണ്. റീസെൻ്റ്ലി ഓപ്പൺഡ് ആയിട്ടുള്ള ക്യാൻറ്റീനാണ്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പറ്റുന്ന എല്ലാ രീതിയിലുള്ള ഫുഡ് ഐറ്റംസും അവൈലബിൾ ആയിട്ടുള്ള വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ക്യാൻറ്റീനാണ്. നമ്മളിപ്പോൾ കാണുന്നത് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ സിന്തറ്റിക് ട്രാക്കും അതുപോലെ തന്നെ ഫുട്ബോൾ ഗ്രൗണ്ട്, ഹോം ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളാണ്. ജിംനേഷ്യം, ഓപ്പൺ സ്റ്റേഡിയം, വലിയ ഒരു ഏരിയ ആകെ കംപ്ലീറ്റ് ഈ ഒരു മെഡിക്കൽ അക്കാഡമിയുടെ ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളുമാണ്. താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയിലെ ക്യാമ്പസിൻ്റെ ഉള്ളിലുള്ള ഹോസ്പിറ്റലിലാണ്, ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. 4 ഹോസ്പിറ്റൽ ബ്ലോക്കുകളുണ്ട് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമി ക്യാമ്പസിൽ. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ ബ്ലോക്കായിട്ടുള്ള ജനറൽ മെഡിസിൻ, അതായത് ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ ഹോസ്പിറ്റൽ ബ്ലോക്കിലാണ്. നേരത്തെയുള്ള വീഡിയോസിനൊക്കെ നിങ്ങൾ കണ്ട ഒരുപാട് ഹോസ്പിറ്റൽ ബ്ലോക്കുകൾ ഇവിടെ ഉണ്ട്. ഏകദേശം 15 ഹോസ്പിറ്റൽ ബ്ലോക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നമ്മൾ വെക്കുന്നത് ജനറൽ മെഡിസിൻ, അതേപോലെ തന്നെ ഇന്റേണൽ മെഡിസിൻ, സർജിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബ്ലോക്കിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ പാകിസ്ഥാൻ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും താഷ്കന്റ് മെഡിക്കൽ അക്കാഡമി. ഒരു 100 years ഓഫ് എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിൽ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി കൂടെയാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻസിനും അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് എന്തെങ്കിലും കരിയർ കൗൺസിലിംഗ് ഡൗട്ടുകളൊക്കെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ്